ഹായ് നമസ്കാരം. സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഗ്രോ ആപ്പ് വഴി മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുക, മ്യൂച്വൽ ഫണ്ട് എടുക്കുക. അതിൽ ഡാഷ്ബോർഡിൽ നമ്മൾ വാങ്ങിയ മ്യൂച്വൽ ഫണ്ടെല്ലാം ഉണ്ടാവും. SIPയിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ഫണ്ടാണ് നമ്മൾ എടുത്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ ഫണ്ട് സെലക്ട് ചെയ്യുക. ആ ഫണ്ടിൽ ഒരു മാസത്തിൽ എത്ര റിട്ടേൺ ഉണ്ടായിരുന്നു, കഴിഞ്ഞ 6 മാസത്തിൽ എത്ര റിട്ടേൺ ഉണ്ടായിരുന്നു, ഒരു വർഷത്തിൽ എത്ര റിട്ടേൺ എല്ലാം കാണാൻ കഴിയും. അത് നോക്കിയിട്ട് നല്ല ഫണ്ട് നോക്കി തിരഞ്ഞെടുക്കുക. ഓക്കെ, തിരഞ്ഞെടുത്തപ്പോൾ ഇത് 2020 മുതൽ 28% റിട്ടേൺ എന്ന ഫണ്ടാണ്. അതിൻ്റെ താഴെ റിട്ടേൺ കാൽക്കുലേറ്റർ ഉണ്ട്. SIP ആയിരുന്നതിൽ എത്ര നിക്ഷേപിച്ചാൽ എത്ര രൂപ നമുക്ക് റിട്ടേൺ ലഭിക്കും, ഒരു വർഷത്തിൽ എത്ര റിട്ടേൺ, 3 വർഷത്തിൽ എത്ര റിട്ടേൺ കിട്ടും, 5 വർഷത്തിൽ റിട്ടേൺ കിട്ടും എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. വൺ ഡേ മാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതെല്ലാം അതിൽ കാണാൻ കഴിയും. ഈ ഫണ്ട് വരും കാലങ്ങളിലും ഇതേ പെർഫോമൻസ് തന്നെ ഉണ്ടാവുകയാണെങ്കിലാണ് ആ പറഞ്ഞ എമൗണ്ട് കിട്ടുന്നത്. പെർഫോമൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് കിട്ടണമെന്നില്ല. ഫണ്ട് മാനേജ്മെൻറ്റ് നോക്കാം, ഫണ്ട് ഹൗസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എല്ലാം നോക്കാൻ കഴിയും. നോക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് SIP കൊടുക്കുക. ഇതിൻ്റെ മിനിമം SIP എമൗണ്ട് 100 രൂപ മുതൽ ഇതിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എൻ്റെ NAV എന്ന് പറയുന്നത് നെറ്റ് അസറ്റ് വാല്യൂ 34 രൂപയാണ്. അപ്പം നമ്മൾ 500 രൂപ നമുക്ക് SIP ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മുഹൂർത്ത ട്രേഡിംഗ് ഡേ ആയതുകൊണ്ട് ചെറിയൊരു SIP തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളെയും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങുന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് 500 രൂപയുടെ SIP സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു OTP വരുന്നുണ്ട്. OTP കഴിയുമ്പോൾ ഓർഡർ ആയിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ് എല്ലാം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഡേറ്റ് എല്ലാം എടുക്കുന്നു. നമുക്ക് SIP ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ഡാഷ്ബോർഡിൽ അത് കാണിക്കും. മന്ത്ലി SIP ഏത് മാസമാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഏത് ദിവസമാണ് ഡെബിറ്റ് ചെയ്യുന്നതെല്ലാം കാണിക്കും. ഫസ്റ്റ് ഓർഡർ നമുക്ക് ആദ്യത്തെ ദിവസം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏത് ദിവസമാണ് ഡെബിറ്റ് ചെയ്യുന്നുള്ളത് തിരഞ്ഞെടുക്കാൻ കഴിയും. ആവശ്യമില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനും കഴിയും. ഓക്കെ, താങ്ക് യു.